കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ച വിസിമാരുടെ നടപടികൾ വേഗത്തിലാക്കാൻ ഒരുങ്ങി രാജ്ഭവൻ. നോട്ടീസ് നൽകിയ 4 വിസിമാർ അയോഗ്യരാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് നടപടികൾ. നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലും UGC റിപ്പോർട്ട് കൂടി പരിഗണിച്ചുമാകും രാജ്ഭവൻ നടപടികൾ വേഗത്തിലാക്കുക. സംസ്ഥാന സർക്കാരിന്റെ ഏറെ നിർണായകമായ നടപടിയിലേക്കാണ് രാജ്ഭവൻ കടക്കാൻ പോകുന്നത്. കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ച 4 വിസിമാർ സ്ഥാനത്ത് തുടരുമോ ഇല്ലയോ എന്നത് ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 24-ന് രാജ്ഭവനിൽ ചേർന്ന ഹിയറിംഗിൽ കൃത്യമായ വിശദീകരണം നൽകാൻ പല വിസിമാർക്കും കഴിഞ്ഞിട്ടില്ലെന്നതാണ് സൂചന. ഇവരുടെ വിശദീകരണം തൃപ്തമല്ലാത്തതിനാൽ തന്നെ വിസിമാർ അയോഗ്യരാണെന്ന് UGC കൂടി വിലയിരുത്തുന്നുണ്ട്. ഇതേ നിലപാട് തന്നെയാണ് രാജ്ഭവനുമുള്ളത്. ഈ സാഹചര്യത്തിലാണ് നിയമനത്തിൽ നടപടികൾ വേഗത്തിലാക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർ ഒരുങ്ങുന്നത്. UGCയുടെ മറുപടി രേഖാമൂലം ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് രാജ്ഭവൻ കടക്കും. അങ്ങനെ വന്നാൽ സംസ്ഥാനത്തെ 4 സർവകലാശാലകളായ ഡിജിറ്റൽ, ഓപ്പൺ, സംസ്കൃതം, കാലിക്കറ്റ് ഉൾപ്പെടെയുള്ള സർവകലാശാലകളുടെ കാര്യം നിർണായകമാണ്. ഗവർണർ സ്വീകരിക്കുന്ന നടപടികൾ നിയമനം നടത്തിയ സംസ്ഥാന സർക്കാരിനും വെല്ലുവിളി ഉയർത്തും. ജനം, തിരുവനന്തപുരം.